നമസ്കാരം. ഇപ്പോൾ ഈ എക്സസൈസ് ചെയ്യാൻ പോകുന്നതിനെ പറ്റി കുറച്ച് അഭ്യൂഹങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ കുറേ പേര് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മിൽ പോയത് കൊണ്ടല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനും ജിമ്മിൽ പോകുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അനുകൂലിക്കുന്നതല്ല. കൂടുതലായും നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ ആദ്യമായിട്ട് പോകുന്ന ഒരാൾ ഒരു നല്ലൊരു വിദഗ്ധനെ കൊണ്ട് നമ്മുടെ ശാരീരികാവസ്ഥ ഒന്ന് ചെക്ക് ചെയ്ത് സ്വയം വിലയിരുത്തിയിട്ട് വേണം പോകാൻ. അതായത് നമുക്ക് മറ്റുള്ള അസുഖങ്ങളൊന്നുമില്ല എന്നുള്ളത്, പ്രത്യേകിച്ച് ഹൃദയാരോഗ്യം അതുപോലുള്ളത്, അതൊക്കെ അറിഞ്ഞ് ജിമ്മിൽ പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ എക്സസൈസിൻ്റെ കാഠിന്യം അത് അല്ലെങ്കിൽ എത്രത്തോളം എക്സസൈസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു ഇത് കിട്ടും. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ദിവസം സുപ്രഭാതത്തിൽ ഇതുവരെ ജിമ്മിൽ പോകാത്ത ഒരാൾ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാത്ത ഒരാൾ, അതിപ്പോൾ ജിമ്മെന്നല്ല, നമ്മളിപ്പോൾ ഇന്നേ വരെ ഫുട്ബോൾ പണ്ടെങ്ങാണ്ട് കളിച്ച് കാണും. ഇപ്പോൾ ഈ കോവിഡൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് എല്ലാവരുടെയും ആരോഗ്യസ്ഥിതി മോശമായിരിക്കുന്ന അവസ്ഥ. കാര്യം കോവിഡിൻ്റെ ഒരു എന്താ പറയുക, ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് തന്നെ പറയാം. എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡിന് ശേഷമുള്ള എന്ത് സംരംഭത്തിനും, അതായത് എക്സസൈസ് ചെയ്യാൻ പോയാലും ഫുട്ബോൾ ആയാലും എന്തായാലും, നമ്മൾ കൂടുതൽ ഹൃദയത്തിന് പ്രാധാന്യമുള്ള എന്ത് സംഭവം ചെയ്യാൻ പോയാലും നമ്മളൊന്ന് ഒരു എക്സ്പേർട്ടിനെ കൊണ്ട് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. സ്ഥിരമായിട്ട് എക്സസൈസ് പണ്ട് മുതലേ ചെയ്യുന്നവർക്ക് ആണെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ പുതുതായിട്ട് ചെല്ലുന്നവരൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജിമ്മിൽ ചെല്ലുമ്പോൾ ആദ്യം മുതലേ ചെയ്ത പിള്ളേർ, ആദ്യം മുതലേ വന്നുകൊണ്ടിരുന്ന ആൾക്കാർ അപ്പുറത്ത് ഹെവി വെയിറ്റ് ഒക്കെ എടുക്കുമ്പോൾ ഇവരും വിചാരിക്കുക എന്നാൽ എനിക്കും എടുക്കാം ഹെവി വെയിറ്റ്. ഇത് പെട്ടെന്ന് നമ്മുടെ ശരീരത്തോട് പൊരുത്തപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവരത് പണ്ട് മുതലേ ചെയ്യുന്നതുകൊണ്ട് അവരുടെ ശരീരം അതുമായിട്ട് പൊരുത്തപ്പെട്ടിരിക്കും. നമ്മളിത് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് കൂടുതലായി തീരും. അങ്ങനെയാണ് പലർക്കും നിർഭാഗ്യവശാൽ പല ബുദ്ധിമുട്ടുകളും വന്നത് അവസാനം പ്രശ്നമാകുന്നു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, കോവിഡിന് ശേഷം എന്തായാലും എല്ലാവരും എക്സസൈസൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ജിമ്മിൽ പോകുന്നത് നല്ലതാണ്, എന്തെങ്കിലും കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് നല്ലതാണ്. പക്ഷേ നമ്മുടെ ശാരീരികമായ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാവണം. അതുകൊണ്ട് ആരും ജിമ്മിൽ പോയിട്ടാണ് ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുന്നതെന്ന് തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. അതിനുവേണ്ടി മാത്രമാണ് ഇത്. എബോവ് 40 ബിലോ 40 അങ്ങനെയൊന്നുമില്ല. ഏത് പ്രായത്തിലുള്ളവരായാലും ജിമ്മിൽ പോകുമ്പോൾ ആദ്യമായിട്ടാണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അല്ലാതെ ജിമ്മിന് അവിടുത്തെ എക്സസൈസിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ ധൈര്യമായിട്ട് പോയി എക്സസൈസ് ചെയ്യുക, അടിച്ചു പൊളിക്കുക, നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക.